അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞാൽ പുത്തംപ്രസ്ഥാനക്കാരനാണ്, അതല്ലെങ്കിൽ ഞാൻ മുജാഹിദാണ് എന്ന് പറയും. അതല്ലെങ്കിൽ ഞാൻ ഖുർആനും സുന്നത്തും പറയുമ്പോൾ ഞാൻ വഹാബിയാണ് എന്ന് എന്നെ ആക്ഷേപിക്കും. മാത്രമല്ല, ഞാൻ അമ്പിയാക്കളെയും അതേപോലെ ഔലിയാക്കളെയും വിശ്വാസമില്ലാത്തവനാണ് എന്ന് പറയും. എന്നാൽ ഞാനല്ല പറയുന്നത്, സമസ്തയിലെ ഉയർന്ന നേതാവ്, സമസ്തയുടെ വലിയ ഒരു പണ്ഡിതൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇനി സമസ്തയിലെ പണ്ഡിതന്മാർ പറഞ്ഞാലും ഒരു വിഭാഗം ആളുകൾ പറയും അവർ വഹാബികളുടെ കൂടെയാണ്, വഹാബികളുടെ അച്ചാരം വാങ്ങിയിട്ടാണ് പറയുന്നത് എന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പറയുന്നവരെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സമസ്ത ഖുറാഫികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും സമസ്തയിലെ തല ഉയർന്ന ഒരു നേതാവ്, ഒരു പണ്ഡിതൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ വേദനയോട് കൂടെയാണ് ഇങ്ങനെയൊരു വീഡിയോയിൽ ഞാൻ വരുന്നത്. അതെ, എന്താണ് ഉസ്താദ് പറഞ്ഞത്? വളരെ വേദനയോട് കൂടെയാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോയിൽ ഞാൻ വരുന്നത്. എന്നാൽ എന്താണ് ഉസ്താദിൻ്റെ വേദന എന്ന് നമുക്കൊന്ന് കേൾക്കാം, മനസ്സിലാക്കാം. അതുകൊണ്ട് ഉസ്താദിൻ്റെ വോയിസ് ഫസ്റ്റ് കേൾക്കുമ്പോൾ, ആദ്യം തന്നെ കേൾക്കുമ്പോൾ ഒന്ന് ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം വേദന കൊണ്ട് ശബ്ദത്തിൽ പറയാൻ വയ്യ ഉസ്താദിന്. അപ്പോൾ എന്താണ് ഉസ്താദ് വേദനയോടുകൂടെ ഈ വീഡിയോയിൽ പറയുന്നത്? എന്താണ് ഉസ്താദിൻ്റെ വേദന? നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറയുന്ന വിഷയം, ആലം 18,000 നിയന്ത്രിക്കുന്നത് CM ആണ്. അതുപോലെ മുദബ്ബിറുൽ ആലം CM ആണ്. വാനലോകത്തുള്ള വിമാനങ്ങൾ CM നിന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടിമുട്ടി അതിലുള്ള ആളുകളൊക്കെ തകർന്ന്, ആ വിമാനം തകർന്ന് മരിച്ചൊടുങ്ങുന്നതാണ്. ശരിക്ക് കേട്ടില്ലേ? ഇതാണ് ബഹുമാനപ്പെട്ട ഈ ഉസ്താദിൻ്റെ വല്ലാത്ത ഒരു വേദന. സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഉസ്താദിന്. അയാൾ പറയുന്നത്, ഇന്നേപോലെയുള്ള അഹോരാത്രം പ്രവർത്തിക്കുന്ന സുന്നി പണ്ഡിതന്മാർ, സുന്നി പ്രവർത്തകർ, ഇവർക്കൊക്കെ ഈ വേദന ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താ അയാളെ വേദന? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM ആണ് എന്ന് പറയുന്നു. അതേപോലെ മുദബ്ബിറുൽ ആലം CM ആണ് എന്ന് പറയുന്നു. വിമാനങ്ങൾ പറക്കുമ്പോൾ ഞാനെങ്ങാനും കണ്ണടച്ചാൽ, വിമാനങ്ങൾ പറക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് CM ആണ്. എന്നാൽ CMൻ്റെ കണ്ണടച്ചാൽ എന്ന് പറഞ്ഞാൽ CM മരിച്ചാൽ എന്നർത്ഥം. പടച്ചവനെങ്ങനെ മരിക്കുമോ? ഹേയ്, പടച്ചവനെങ്ങനെ മരിക്കുമോ? ആയിക്കോട്ടെ, ഇനി പടച്ചവൻ മരിച്ചു എന്ന് കൂട്ടിക്കോളി. CM എങ്ങാനും മരിച്ചാൽ ഇതൊക്കെ പരസ്പരം കൂട്ടിമുട്ടി നിയന്ത്രണം തെറ്റി എല്ലാം ഖറാബാകും, എല്ലാം പാളീസാകും എന്നൊക്കെയാണ് ഇയാൾ പറയണത്. എന്ന് പറഞ്ഞാൽ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പറായി മരിച്ചു പോകും എന്നാണ് പറയുന്നത്, കൂട്ടിമുട്ടും. ഇപ്പോൾ CM ആണത്രേ വിമാനങ്ങളെ റൂട്ടൊക്കെ നിയന്ത്രിക്കുന്നതും. CM ഉണ്ടായത് കൊണ്ടാണ് ഇതൊന്നും കൂട്ടിമുട്ടാത്തതും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിന് ഇത്രയും കാലം നിങ്ങളും കൂട്ടുനിന്നു, ഇതിനൊക്കെ നിങ്ങളും കൂട്ടുനിന്നിരുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം മനസ്സിലായല്ലോ ഉസ്താദേ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളും വഹാബിയാകും, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളും പ്രവാചകന് സ്നേഹമില്ലാത്തവനാകും.
അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹമില്ല എന്ന് നിങ്ങളെയും പറയും. ഇതാണ് നിങ്ങളടക്കം ഞങ്ങളെ പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും മുദബ്ബിറുൽ ആലം CM ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടല്ലേ? ഇപ്പോഴാണ് നിങ്ങൾക്ക് വേദന തുടങ്ങിയത്. ഇപ്പോഴും നിങ്ങളുടെ വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ മുദബ്ബിറുൽ ആലം CM ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകളെ സന്മാർഗം കാണിച്ചു തരാൻ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തരാൻ പറയാതിരിക്കാൻ നിർവാഹമല്ല. അനവധി ത്യാഗം സഹിച്ചിട്ടുണ്ട് മുജാഹിദ് പണ്ഡിതന്മാർ. അവരുടെ പ്രബോധനത്തിൻ്റെ തക്ക ഫലമാണ് നിങ്ങളൊക്കെ സത്യം പറയാൻ തുടങ്ങിയത്. നിങ്ങൾ സത്യം പറഞ്ഞതിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇനി കേൾക്കാം ബാക്കി അദ്ദേഹം പറയുന്നത്. ഈ ഒരു പ്രയോഗങ്ങളൊക്കെ നിർത്താൻ സമയമായി സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ. കേട്ടില്ലേ സഹോദരങ്ങളെ പറഞ്ഞത്? ഈ പ്രയോഗങ്ങളൊക്കെ നിർത്താൻ ആയില്ലേ സഹോദരങ്ങളെ? സഹോദരങ്ങളെ എന്നൊക്കെയാ പറയണത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ മുമ്പ് പറഞ്ഞാൽ നടന്നിരുന്നു. ഇപ്പം നടക്കൂല ഈ കളവൊന്നും. ഇപ്പം പല കളവും പറഞ്ഞിട്ട് കീസിയിൽ പൈസയാക്കാൻ പറ്റൂല. ഇപ്പം സലഫിയാളുണ്ട് എന്നർത്ഥം. ഇവിടെ ഖുർആനും സുന്നത്തും പറയുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളുണ്ട്. അവർക്ക് സത്യം മനസ്സിലാകുന്നുണ്ട്. ഇതൊന്നും സുന്നത്ത് ജമാഅത്തല്ല. അതുകൊണ്ട് വല്ലാത്ത വേദനയുണ്ട്. ഇതൊക്കെ നിർത്തിക്കളി സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ. ശരി, ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ആത്മാർത്ഥതയിലാണ് പറയുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ എവിടെ നിലകൊള്ളണത്? ഈ ഖുറാഫിയിലാണോ? ഈ ശിർക്ക് കോട്ടയിലാണോ? സമസ്ത കോട്ടയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? സമസ്ത മുസ്ലിയാരെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും ഈ ഖുറാഫത്തിൽ തന്നെയല്ലേ? നിങ്ങൾക്ക് അതിൽ നിന്ന് വിടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തേ കാരണം? ഭൗതികമായ ലാഭം കുറയും, കീശയിലേക്ക് വരുന്ന പൈസ കുറയും. അതന്നെയാണ്. നിങ്ങൾ അഹ്ലുസുന്നത്തല്ല. നിങ്ങൾ പറഞ്ഞല്ലോ അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഖുറാഫാത്തും ബിദ്അത്തും ശിർക്കും പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ പ്രവർത്തകൻ ആണ് എന്ന് എനിക്ക് ബോധ്യമല്ല. കാരണം നിങ്ങൾ സമ്പത്ത് സുന്നത്തിൻ്റെ ജമാഅത്തിൻ്റെ ആളാണ്. നിങ്ങൾ സമ്പത്ത് സുന്നത്തിൻ്റെ ആളാണ്. യഥാർത്ഥമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും സഹാബത്തിനൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. അപ്പം നിങ്ങൾ സമ്പത്ത് ജമാഅത്തിലാണ്, സമ്പത്ത് സുന്നത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് നിങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കടന്നു വരൂ. ആ സമസ്തയിൽ നിന്ന് രാജിവെക്കൂ, വലിച്ചെറിയൂ സമസ്തയെ, പൊളിച്ചു കളയൂ നിങ്ങളെ സമസ്തയുടെ മതിൽ കെട്ടിനെ, വലിച്ചെറിയൂ അവിടെ നറുക്ക് കെട്ടിയതിനെ, അവർ മന്ത്രിച്ചൂതിയതിനെ വലിച്ചെറിഞ്ഞിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളിലേക്ക് മുവഹിദുകളായി പ്രവർത്തിക്കുന്ന കൂട്ടത്തിലേക്ക് കടന്നു വരൂ. എന്നാൽ നിങ്ങൾ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളാകും. അല്ലാതെ തൊള്ളിങ്ങോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. എത്രയെത്ര ആളുകളാണ് സത്യം പറയാൻ വേണ്ടി, സത്യം പറയുന്ന വേദിയാണെന്ന് മനസ്സിലാക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് കേൾക്കുന്ന, എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന സർവ്വ ആളുകളോടും സത്യം പറഞ്ഞാൽ ഓല വഹാബിയാക്കും, സത്യം പറഞ്ഞാൽ പ്രവാചകനെ ധിക്കരിക്കുന്നവനാണ് എന്ന് പറയും. ഇപ്പം പാണക്കാട്ടിൽ എന്താ സംഭവിച്ചത്? ആ പാണക്കാട്ടിലെ മുത്തുമോൾ അവൾ ഖുർആനും ഹദീസും മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ആ പെണ്ണ് പറഞ്ഞു പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച്. അപ്പം എന്ത് പറഞ്ഞു? ആ പൊന്നുമോളെ വഹാബിയാക്കി. പാണക്കാട് തങ്ങന്മാരുടെ ഭാര്യമാരെയൊക്കെ വഹാബിച്ചികളാക്കി. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല. മുനാഫിഖുകളാണെന്ന് പറഞ്ഞു. അവരെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞു. അവർക്ക് മഹത്വം കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്തേ കാരണം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ വളച്ചുകെട്ടില്ലാതെ, സ്വന്തം ബുദ്ധിക്ക് ഉപയോഗിക്കാതെ
അള്ളാഹുവിൻ്റെ ഖുർആനിനെയും ഹദീസിനെയും പഠിച്ച് അതിന് മുത്തഖീങ്ങളായ പണ്ഡിതന്മാർ പറയുന്ന വിശദീകരണങ്ങൾ നൽകി അത് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചപ്പോൾ പാണക്കാട്ടിലെ തങ്ങന്മാർ വഹാബികളായി, അവർ മുനാഫിക്കുകളായി. ഇത് തന്നെയാണ് അവസ്ഥ. ഇനിയേത് സത്യം മനസ്സിലാക്കൂ ഇത് കേൾക്കുന്ന ആളുകൾ. എന്നിട്ട് ഈ മുസ്ലിയാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് ശരിയല്ല എന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കടന്നു വാ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ, പ്രവാചകന്റെ ഹദീസ് പഠിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കാൻ കടന്നു വരൂ. വലിച്ചെറിയൂ നിങ്ങളുടെ സമസ്തയെ. വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലേക്ക് കടന്നു വരൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി നിങ്ങളെയും വഹാബിയാക്കും. അപ്പം പേരോട് പറയാൻ തുടങ്ങി അല്ലേ? അതേപോലെ പല ആളുകളും സത്യം തുറന്നു പറയാൻ തുടങ്ങി. അപ്പം അവരൊക്കെ വഹാബികളാണ്, വഹാബികൾ അച്ചാരം വാങ്ങിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു. എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.